നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. അഭ്യൂഹങ്ങളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായി മാറിയിരിക്കുകയാണ് അമേഠി. കാൽ നൂറ്റാണ്ടിന് ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരാളെ പാർട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്ക് കോൺഗ്രസ് അന്ത്യം കുറിച്ചത്. പഞ്ചാബിയാണ് കിഷോരിലാൽ ശർമ്മ. ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നാണെങ്കിലും പതിറ്റാണ്ടുകളായി അമേഠിയിലും റായ്ബേലിയിലും അവരുടെ നിഴലായി പ്രവർത്തിച്ച കിഷോരിലാൽ ശർമ്മയെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം വരില്ല. അതേസമയം തോൽവി പേടിച്ച് രാഹുൽ ഒളിച്ചോടിയതാണെന്ന ആരോപണം പ്രധാനമന്ത്രി മോദിയും BJPയും ഉന്നയിച്ചു കഴിഞ്ഞു. എന്നാൽ രാജീവ് ഗാന്ധിയും രാഹുലും സോണിയയും അമേഠിയിലും റായ്ബേലിയിലും വിജയിച്ച് ഡൽഹിയിലേക്ക് കയറുമ്പോൾ മണ്ഡലത്തിൽ അവരെ പ്രതിനിധീകരിച്ചിരുന്നത് KL എന്നറിയപ്പെടുന്ന കിഷോരിലാൽ ശർമ്മയായിരുന്നു. കിഷോരിലാൽ ശർമ്മയുമായി ഞങ്ങളുടെ കുടുംബത്തിന് ദീർഘകാല ബന്ധമുണ്ട്. അമേഠിയിലും റായ്ബേലിയിലെയും ജനങ്ങളെ സേവിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും സമർപ്പണം ചെയ്തിട്ടുണ്ട്. പൊതുസേവനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം തന്നെ ഉദാഹരണം. കിഷോരിലാൽജിയെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കിയത് ആഹ്ലാദകരമായ കാര്യമാണ്. കടമകളോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും അർപ്പണബോധവും ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തീർച്ചയായും വിജയം നൽകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി.